ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിലായി കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിലും അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ എങ്ങനെ കംപ്ലീറ്റ്ലി iOS 10ൻ്റെ ലുക്കിലേക്ക് മാറ്റാം എന്നാണ്. ഓക്കെ, ഇതിനായിട്ട് നമ്മൾ 4-5 ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ എണ്ണം കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട. ഈ ആപ്ലിക്കേഷനൊക്കെ സൈസ് വളരെ കുറഞ്ഞ ആപ്ലിക്കേഷനാണ്. 2 MB താഴെ മാത്രമേ സൈസ് ഉള്ളൂ. ഓക്കെ, എല്ലാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും എൻ്റെ ഫോണിന് സാധാരണ ആൻഡ്രോയിഡിൻ്റെ ലുക്ക് തന്നെയാണ്, സാധാരണ ആൻഡ്രോയിഡ് UI തന്നെയാണ്. ഓക്കെ, ഞാനൊരു ലോഞ്ചർ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ആൻഡ്രോയിഡ് ലോഞ്ചർ തന്നെയാണ്, എന്നാലും സാധാരണ ആൻഡ്രോയിഡ് ലുക്ക് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ മെനു ആണെങ്കിലും നോട്ടിഫിക്കേഷൻ ബാർ ആണെങ്കിലും ഒക്കെ തന്നെയും. ഇനി നമുക്ക് ഈ ഫോണൊന്ന് iOS 10ൻ്റെ ലുക്കിലേക്ക് മാറ്റാം. അതിനായിട്ട് നമ്മൾ ആദ്യം iOS 10ൻ്റെ ഒരു വാൾപേപ്പർ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ ഗ്യാലറിയിലുണ്ട്. ഇതാണ് വാൾപേപ്പർ. ഓക്കെ, നിങ്ങൾക്ക് ഈ വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ iOS 10ൻ്റെ വാൾപേപ്പർ എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പം നമ്മൾ iOS 10ൻ്റെ വാൾപേപ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ലോഞ്ചറാണ്. ഈ ലോഞ്ചറിൻ്റെ പേരാണ് iLauncher. ഓക്കെ, നമ്മൾ ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. ഓക്കെ, ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ടാവും എൻ്റെ ഫോണിൻ്റെ ലുക്ക് ഇപ്പോൾ ആൻഡ്രോയിഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് iOS 10ൻ്റെ ലുക്കിലേക്ക് മാറി. അതായത് ഐഫോൺ മോഡൽ ഐക്കൺസ് ആണ് ഇപ്പോൾ എൻ്റെ ഫോണിൽ മൊത്തം ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ഇനി നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യണം. അതായത് നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ഹോമിൽ നമ്മുടെ ഈ iLauncher ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കിഷ്ടമുള്ള ആപ്ലിക്കേഷനുകളിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്കൊരു സെപ്പറേറ്റ് ഫോൾഡറുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ആ ഫോൾഡറിലേക്ക് ആപ്ലിക്കേഷൻസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഫോൾഡറിന് നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതായത് iOS 10ൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ ആ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ iLauncherലൂടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അവിടെ വേറെ കുറേ ഓപ്ഷൻസ് വരുന്നതാണ്. അതായത് ആ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്യാം, പേര് ചേഞ്ച് ചെയ്യാം, ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാം, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ചേഞ്ച് ചെയ്യാനാണ്. നിങ്ങളിവിടെ കാണുന്നുണ്ടാവും എൻ്റെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ സാധാരണ ആൻഡ്രോയിഡിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറാണ്. അത് നമുക്ക് iOS 10ലേക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരാണ് iNoti. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ എനേബിൾ iNoti എന്നുണ്ട്. നമ്മളതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്നുണ്ടാവും എൻ്റെ ആൻഡ്രോയിഡിൻ്റെ നോട്ടിഫിക്കേഷനിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് iOS 10ൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ടാവും എൻ്റെ പഴയ നോട്ടിഫിക്കേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് പുതിയൊരു iOS 10 നോട്ടിഫിക്കേഷൻ ബാർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ പാനലാണ്. ഓക്കെ, നമ്മൾ ഐഫോണുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, താഴെ നിന്ന് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു കൺട്രോൾ പാനൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിനി അടുത്തതായിട്ട് അതാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ കൺട്രോൾ പാനൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് താഴെ നിന്ന് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും നമുക്ക് കൺട്രോൾ പാനൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഐഫോൺ മോഡൽ ഒരു കൺട്രോൾ പാനൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാം. അതായത് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, ബ്രൈറ്റ്നസ് ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, വൈഫൈ ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ കൺട്രോൾ പാനൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ മോഡൽ ലോക്ക് സ്ക്രീനാണ്. അതായത് iOS 10 മോഡൽ ലോക്ക് സ്ക്രീൻ. അതിനായിട്ട് ഞാനിവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. iOS 10 ലോക്ക് സ്ക്രീൻ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് എനേബിൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് 1 2 3 4 എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പാസ്വേഡ് ലോക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് എൻ്റെ ഫോൺ ഞാനൊന്ന് ഓഫ് ആക്കുകയാണ്, എന്നിട്ടൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് ഐഫോൺ മോഡൽ ലോക്ക് സ്ക്രീനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പാസ്വേഡ് അടിച്ചിട്ട് ഫോൺ ഓപ്പൺ ചെയ്യാം.
ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ആപ്പിൾ കീബോർഡ്, അതായത് നമുക്ക് iOS 10 ഫോണുകളിലുള്ള പോലത്തെ കീബോർഡ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, ഞാൻ വാട്സപ്പ് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. എൻ്റെ കീബോർഡ് എന്ന് പറയുന്നത് ഗൂഗിൾ കീബോർഡാണ്, അതായത് G കീബോർഡാണ്. ഇനി നമുക്ക് ഈ കീബോർഡ് ഒന്ന് iOS 10 കീബോർഡിലേക്ക് മാറ്റാം. അതിനായിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്പിൾ കീബോർഡ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് iOS 10 കീബോർഡ് കിട്ടിയോ എന്നറിയാൻ വേണ്ടി വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പോൾ കീബോർഡ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. നമുക്ക് അങ്ങനെ iOS 10 കീബോർഡും, അതായത് iOS 10ൻ്റെ ഒറിജിനൽ കീബോർഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ക്യാമറയാണ്. ഞാൻ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഗീ ക്യാമറ. ഇതൊരു ക്യാമറ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, നമുക്ക് അങ്ങനെ iOS 10ൻ്റെ ക്യാമറയും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ക്യാമറ പ്രൈമറി ക്യാമറയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ പ്രൈമറി ക്യാമറയായിട്ട് സെറ്റ് ചെയ്താൽ മതി. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട എല്ലാ iOS ഫീച്ചേഴ്സും നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളും ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുക. നമ്മൾ കുറേയധികം, അതായത് ഒരു 4-5 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. അതായത് iNote, കീബോർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൻ്റെ മുൻവശത്ത് കാണണ്ട, അത് നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അറിവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.